സ്വന്ത നാടല്ലതാൽ ഞാൻ പരദേശിയാണീ ലോകേ. ഈ ലോകമെന്നുടെ സ്വന്ത നാടല്ലതാൽ ഞാൻ പരദേശിയാണീ ലോകേ. I
സ്തോത്രം. അത് കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി അനേകരുടെ കർത്താവെ ഭാരങ്ങളെ കർത്താവെ മാറ്റുവാൻ ഉതകുന്ന അനുഭവമാക്കി തീർക്കുവാൻ തക്കണം ദൈവത്തിന് പ്രസാദം തോന്നണമേ. തുടർന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രി ശക്തമായ ഒരു ദൂത് ലഭിപ്പാൻ ദൈവം നമുക്കിടയാക്കി. പൗലോസ് പറയുന്നു, നിങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. അത് കേട്ടത് മാനുഷികമായ വാക്കായിട്ടല്ല, ദൈവവചനമായി അത് നിങ്ങൾ കൈക്കൊണ്ടു. അങ്ങനെ കൈക്കൊണ്ടവരിൽ വിശ്വസിച്ചവരിൽ അത് ദൈവശക്തിയായി വ്യാപിച്ചു. ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന വ്യാപാര ശക്തി ദൈവത്തിനോട് വ്യാപാരത്തിൽ രാത്രി പിന്നെയും വ്യാപരിക്കുന്നത് വളരെ പ്രാർത്ഥനയായിരിക്കാം. ഈ വീഡിയോ സ്റ്റേജിന്റെ കൺവെൻഷൻ ക്ഷണിക്കപ്പെട്ട കർത്താവിന്റെ വിലപ്രദാസൻ പാസ്റ്റർ തോമസ് അവർ ക്ഷണിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് ദൂതമായിട്ട് നിങ്ങളുടെ അയച്ച ദൈവത്തിന് കഴിഞ്ഞ രാത്രിയിൽ അത് നന്നായിട്ട് നമുക്ക് മനസ്സിലായി. ഇന്ന് രാത്രിയിലും കർത്താവ് ദാസൻ നമ്മുടെ ശുശ്രൂഷിക്കും വളരെ പ്രാർത്ഥനയായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കും. കർത്താവ് ദാസനെ ശുശ്രൂഷിക്കാൻ ക്ഷണിച്ചോളൂ. നമ്മെ സ്നേഹിച്ചവനും തന്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തു, നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി നമ്മുടെ കർത്താവിനെ ഇതിനകത്തിൽ മഹത്വം. നാം ഇതിനകത്തിലായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ വളരെ അനുഗ്രഹിക്കപ്പെട്ട കൃപയുടെ ഒരു മേഘം ഇത് രാത്രി വന്ദനം. നസ്രത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ആരും അറിയപ്പെടാതെ ഇരുന്ന ഒരുവളുടെ അടുക്കലേക്ക് യെരൂശലേം ദേവാലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സഖറിയാവിന്റെ പ്രശ്ന പരിഹാരത്തിനായി സ്വർഗം അയച്ച ദൈവത്തിന്റെ ശക്തനായ ദൂതൻ ഇറങ്ങി വന്നു. ആദ്യത്തെ വാക്ക് പ്രോട്ടോകോൾ ലംഘിച്ച് യെരൂശലേം ദേവാലയത്തിന്റെ അകത്തളങ്ങൾ ഇറങ്ങി വന്ന അതേ ദൂതൻ തന്നെ മറിയയുടെ വീട്ടിൽ എത്തുകയാണ്. ആദ്യത്തെ വാക്ക്, നിന്റെ അടുക്കൽ വരുവാനുള്ള യോഗ്യതകൾ ഒക്കെ പരിഗണിച്ചു നോക്കിയാൽ യോഗ്യതകളൊന്നില്ല, പക്ഷെ നിനക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. 4000 വർഷം കൊണ്ട് ശത്രു അടച്ചു വെച്ചതിനെ തുറന്നു തന്ന് ദൈവപുത്രനെ പുറത്തു കൊണ്ടുവരുന്ന വാഗ്ദത്തം നിറവേറണമെങ്കിൽ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടണം. വർഷങ്ങൾ പിശാച് അടച്ചു കളഞ്ഞതിനെ, വർഷങ്ങളുടെ വാഗ്ദത്തങ്ങളെ ശത്രു അടച്ചു വെച്ചതിനെ ഉടച്ചു മാറ്റണമെങ്കിൽ അവിടെ ഇറങ്ങി വരേണ്ടത് അത്യുന്നതന്റെ ശക്തി. The power of the Most High shall overshadow you. നിന്റെ മേൽ ദൈവശക്തി ഇറങ്ങി വരും. ഇന്ന് രാത്രി കൃപ നമ്മുടെ മേൽ മേഘം പോലെ ഇറങ്ങി വന്ന ഒരു ദൈവശക്തി അതിന്റെ ഉള്ളിൽ വ്യാപരിക്കും. നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം ഒരിക്കലൂടെ അനുഭവിക്കാൻ ഇടയായത് ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുക. ഇത് രാത്രി യേശു അതിന്റെ മഹത്വത്തോടുകൂടെ ഇറങ്ങി വരുന്നത് തന്റെ മക്കളുടെ നടുവിലാണ്, തന്റെ ജനത്തിന്റെ നടുവിലാണ്. നമ്മുടെ ഒരു ആരാധനയും വെറുതെയല്ല. വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു വാക്ക്, വർഷിപ്പ് ഈസ് വർഷിപ്പ്. മാറിപ്പോകുന്ന ഒരാളെ ആരാധിച്ചാൽ അതിനൊരു താൽക്കാലികമായ പ്രയോജനമേ ഉള്ളൂ. എന്നാൽ ഒരിക്കലും മാറിപ്പോകാത്ത ദൈവപുത്രനെ ഇന്ന് രാത്രിയിൽ മഹത്വത്തോടെ ആരാധിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുകയാണ്. എത്ര ഡെസിബൽ സൗണ്ടിൽ വേണം ദൈവത്തെ ആരാധിക്കാൻ എന്നുള്ളത് എനിക്ക് ഒരു ചോദിച്ചു. എനിക്ക് മുമ്പേ ശുശ്രൂഷ ദേവദാസൻ പറഞ്ഞ പോലെ ഞാനും ഒരു പാസ്റ്റർ വീട്ടിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്തോത്രം കയ്യിലായി കേട്ട് വളർന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ മുന്നോട്ട് കിടന്നത്.
എത്ര ഡെസിബിൾ ആയിരിക്കണം, സ്തോത്രം പറയുന്നതിന് ശബ്ദം എത്ര വലുതായിരിക്കണം. ഉറക്ക ഹല്ലേലൂയ പറയുന്നവരെയൊക്കെ നോക്കി എൻ്റെ മനസ്സിൽ ഒരുതരം റിബൽ മനോഭാവത്തിലൂടെ വളർന്നു വന്നതിനെ മാറ്റിമറിച്ച ഒരു പഴയ നിയമ ഭാഗമുണ്ട്. ആമേൻ. ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ പള്ളി, ഇതൊരു വലിയ പള്ളിയാണ്, ഒത്തിരി മനോഹരത, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പള്ളി മോറിയ കുന്നിൽ ഓർണാന്റെ കളത്തിൽ ശലോമോനാണ് പണിതുയർത്തിയത്. ഇന്നത്തെ മതിപ്പ് വിലയ്ക്ക് 100 ബില്യൺ ഷേക്കൽ വിലമതിക്കുമെന്നാണ് അതേക്കുറിച്ചുള്ള പഠിക്കുന്ന ആളുകൾ പറയുന്നത്. ഒരു ഷേക്കൽ ഒരു 20 രൂപ വരെ വരുമായിരിക്കാം. ഒരു 100 ബില്യൺ ഷേക്കൽ വില വരുന്ന ഈ വലിയ ആലയം പണിതത് ഒരു കൊച്ചു ട്രൈബൽ ഗോത്രമാണ്. ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുള്ള രാജാക്കന്മാരൊക്കെ ശലോമോനോട് ചോദിക്കുന്നുണ്ട്, ഈ പാഴ്ചെലവ് എന്തിനാണ്? ശലോമോൻ കൃപയിൽ നിന്ന കാലമായതുകൊണ്ടതിന് മറുപടി പറഞ്ഞു, The temple I am going to build is great because my God is great. Amen. ഞാൻ പണിയാൻ പോകുന്ന ആലയത്തിന്റെ വലിപ്പം പണക്കൊഴുപ്പ് കൊണ്ടല്ല, എന്റെ രാജ്യത്തിന്റെ ടെറിട്ടറിയുടെ വലിപ്പം കൊണ്ടല്ല. My God is great. ഇത് രാത്രി മുറിക്കാത്ത എന്റെ ദൈവം വലിയവൻ. എന്റെ ദൈവം അത്യുന്നതൻ. കേരളത്തിൽ പത്തനംതിട്ടയ്ക്കടുത്ത് കടമ്മനിട്ട എന്ന് പറഞ്ഞൊരു സ്ഥലം. ആ കടമ്മനിട്ട ഒരു നല്ല ഒരു ഭക്തനായ ഒരു ബേബിച്ചാനാണ്. ഈ ബേബിച്ചാന് തിരുവനന്തപുരം കുലശേഖരത്തു നിന്ന് റബ്ബർ വെട്ടാൻ വേണ്ടി ഈ കടമ്മനിട്ട വന്നതാണ്. ബേബിച്ചാൻ ആകെ അറിയാവുന്ന ഒരു പണി റബ്ബർ വെട്ടുക മാത്രമാണ്. റബ്ബർ 4 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് വെട്ടിയിട്ട് ബേബിച്ചാന്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് അവിടെ മുഴുവൻ ഇറങ്ങി നടന്ന് ട്രാക്ട് കൊടുക്കുക, വേദപുസ്തകം കൊടുക്കുക. ബേബിച്ചാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി സമൂഹത്തിലെ ഉന്നതന്മാർ, മുനിസിപ്പൽ ചെയർമാൻ, ചെയർപേഴ്സൺ, MLA, MP ഇവർക്കൊക്കെ ട്രാക്ട് കൊടുക്കുക, വേദപുസ്തകം കൊടുക്കുക. ഇതാണ് ബേബിച്ചാന്റെ പ്രധാനപ്പെട്ട സന്തോഷകരമായ കാര്യം. E.K. നായനാർ സഹാബ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബേബിച്ചാന്റെ ആഗ്രഹ സഹാബിന് ഒരു വേദപുസ്തകം കൊടുത്താൽ എന്താണ്? ഒരു ദിവസം രാവിലെ പത്തനംതിട്ടയിൽ ബസ്സിൽ കയറി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ചെന്ന് ചീഫ് മിനിസ്റ്റർ ഇരിക്കുന്ന മുറിക്കകത്ത് എങ്ങനെ അകത്ത് കയറി ഒരൊറ്റ മുണ്ട് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ബേബിച്ചാൻ അകത്ത് കയറി ഈ സഹാബിന്റെ അടുത്ത് ചെന്നപ്പോൾ സഹാബ് നോക്കി ആ പ്രത്യയശാസ്ത്രത്തിന്റെ തിളക്കം ആ കണ്ണിനകത്ത് സഹാബ് കണ്ടു. ബേബിച്ചാൻ ഒരു വേദപുസ്തകം എടുത്ത് സഹാബിന് കൊടുത്തു. സഹാബ് അന്തിച്ചു പോയി. കാരണം പോപ്പ് ഇവിടെ കർദിനാള് വന്നിട്ടുണ്ട്, ആർച്ച് ബിഷപ്പ് വന്നിട്ടുണ്ട്, സ്കൂൾ വേണം, അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഇതുവരെ ആരും ഒരു വേദപുസ്തകം തന്നിട്ടില്ല. ബേബിച്ചാൻ കൊച്ചു വേദപുസ്തകം കൊടുത്ത് ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു. താഴോട്ട് ഇറങ്ങി വന്നും ബേബിച്ചാൻ ചിന്ത, CM-ന് വേദപുസ്തകം കൊടുക്കാനും ചീഫ് മിനിസ്റ്റർക്ക് വേദപുസ്തകം കൊടുത്താലും പിന്നെ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്താലല്ല, MLA-ക്ക് കൊടുത്താലല്ല. അങ്ങനെ ബേബിച്ചാൻ താഴെ വന്ന് എല്ലാവർക്കും ട്രാക്ട് കൊടുത്തോണ്ട് വേദപുസ്തകം കൊടുത്തോണ്ടിരിക്കുമ്പോ സെക്യൂരിറ്റി ചോദിച്ചു, ആരോട് ചോദിച്ചോണ്ടാ താനത് ചെയ്യുന്നേ? ബേബിച്ചാനോട് പറഞ്ഞു, എന്റെ പാസ്റ്ററെ, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു മറുപടി ഉണ്ട്. ബേബിച്ചാൻ പറഞ്ഞു, മേളിൽ ഇരിക്കുന്നയാള് പറഞ്ഞിട്ടാണ്. അയാൾ പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞില്ല. ബേബിച്ചാനോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ CM-ന്റെ കാര്യമോ PM-ന്റെ കാര്യമോ ബേബിച്ചാന്റെ വൈറ്റ് ഹൗസ് ഒന്നും അറിയത്തില്ല, വാഷിംഗ്ടൺ DC ഒന്നും അറിയത്തില്ല. ഞാൻ ഇതൊന്നുമല്ല പറഞ്ഞത്. അതിന്റെ മേളിൽ ഏറ്റവും മേളിൽ അവസാനത്തെ വാക്ക് പറയാൻ ഇതിനകത്ത് കഴിയുന്ന ഒരുവന്റെ ശക്തിയാണ് ഈ മുറിക്കകത്ത് വ്യാപനം. ആമേൻ. ഇതിനകത്ത് എന്റെ ദൈവം വലിയവനായതുകൊണ്ട് എന്റെ സ്തോത്രം വലുതാകുമെന്ന് ഒരു ഉള്ളത്തിൽ ഉറപ്പുള്ള ദൈവമാണ്. ഇതിനകത്ത് സ്വർഗം ഇവിടെ ഇറങ്ങി, ഇതിനകത്ത് യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി. നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും മെച്ചപ്പെട്ട
പരിശുദ്ധരായ ദൈവസഭയെ എല്ലാവർക്കും ഞാൻ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിന്റെ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ അകത്തുള്ള ദൈവഹിതപ്രകാരമുള്ള ആളത്വത്തെ പുറത്തു കൊണ്ടുവരുന്നതിന് പിന്നിൽ വ്യാപരിക്കുന്നത് യേശുവിന്റെ സ്നേഹം. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ തുടങ്ങി വെച്ചത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 1-ാമത്തെ വേദവചനമാണ്. അതിന്റെ മറ്റൊരു ലെവലിലേക്ക് തന്നെ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ സമയങ്ങളിലൊക്കെ കടന്നു പോകുവാനുള്ള ഒരു നിയോഗമാണ് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകി. ഈ കോൺഫറൻസിൽ ക്ഷണിക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിന്റെ മാളിക മുറിയിലെ അപ്പർ റൂം ഡിസ്കോഴ്സ്, യേശുവിന്റെ മാളിക മുറിയിലെ സംഭാഷണത്തെ കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുന്ന സമയമാണ്. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിനെ സ്വന്തമായവർ തിരസ്കരിക്കുന്ന ചരിത്രമാണ് കാണുന്നത്. അതിനൊരു ടാബ്ലറ്റ് നക്ഷരം 1-ാം അധ്യായത്തിൽ തന്നെ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. നാഥന് മുൾമുടി നൽകിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ നമ്മെ ത്യജിച്ച് കളഞ്ഞെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി സങ്കടത്തോടെ ഇരിക്കണ്ട. അത് മനസ്സിലാകുന്ന ഒരു കഥാവാണ്. ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കഥാവാണ് ഈ സ്വർഗം വേണ്ടി താണലോകത്തിലോട്ട് ഇറങ്ങുന്നത്. Rejection ആണ്. Everywhere Jesus was rejected. എവിടെയെല്ലാം പോയോ അല്പം കഴിയുമ്പോൾ യേശു തിരസ്കരിക്കപ്പെടുകയാണ്. പക്ഷെ 13-ാം അധ്യായത്തിൽ അവനെ കൈക്കൊണ്ട ചിലരുണ്ട്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും കൂടെ നിൽക്കാൻ റെഡിയായ ഒരു കൂട്ടരുണ്ട്. അവനെ കൈക്കൊണ്ട ചിലരോട് യേശു സംസാരിക്കുന്ന വളരെ പേഴ്സണലായ തന്റെ ഹൃദയം യേശു കൈമാറുന്നു. എനിക്കൊന്ന് കർത്താവിന്റെ മുഴുവൻ ഹൃദയവും കൈമാറുന്ന അധ്യായങ്ങളാണ് 16 വരെ. 17 യേശുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥന. അത് കഴിയുമ്പോൾ യേശു എഴുന്നേൽക്കുന്നു, സ്തോത്രഗീതം പാടുന്നു. അതിനുശേഷമായിട്ട് കർത്താവ് ക്രൂശ് മരണത്തിന് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ നിഴലിലാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ രാത്രിയിലുമൊക്കെ ആമേൻ ഞാൻ ഈ വചനം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പുറത്തോട്ട് പോയപ്പോൾ നിങ്ങൾക്കൊക്കെ പരിചിതനായ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു യങ് ഇവാഞ്ചലിസ്റ്റ് ഈ കൂട്ടത്തിലുള്ള, ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ പ്രിയപ്പെട്ടവരെന്നെ കുറെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് 2 മിനിറ്റ് ഒരുമിച്ച്. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം, പാസ്റ്ററെ പറഞ്ഞ പല കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു എല്ലാവർക്കും അറിയാം. ആ സംഭവങ്ങളൊക്കെ ഈ സ്ഥിതിയോട് ബന്ധപ്പെട്ട് പറയുന്ന സംഭവങ്ങളാണ്. അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി താല്പര്യപ്പെട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ഡാഡി കൂടെ ഉണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്ത് അവൻ ഒരുമിച്ച് പോകുന്ന സമയത്ത് ഡാഡി പറഞ്ഞു, മക്കളെ ഞാൻ ഇറങ്ങിയ കാലത്തേക്കാൾ നിനക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. നിനക്ക് ലോകത്തിലെ ഏത് രാജ്യങ്ങളിലും പോകാനുള്ള ലാംഗ്വേജ് ഉണ്ട്. നിനക്ക് ഞാൻ കിട്ടിയതിനേക്കാൾ പണം നിനക്കുണ്ട്. സോ ഐ വിൽ ബി വിത്ത് യു. നീ എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും ഐ വിൽ ബി വിത്ത് യു. അമ്മ എന്നോട് കരഞ്ഞോണ്ട് പറഞ്ഞു, അടുത്ത ദിവസം പാസ്റ്ററെ എൻ്റെ ഡാഡി മരിച്ചു. ഈ സിറ്റി നടന്നൊരു സംഭവമാണ്. വിശദീകരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞു അവനോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് എന്നെ നിലനിർത്തിയിരിക്കുന്നത് ഒറ്റ കാര്യമാണ്, ഒടുവിൽ വരെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് യേശുവിന്റെ സ്നേഹം മാത്രമാണ്. അതാണ് കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചത്. അതിന്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഒരുപാട് ദൂതുകൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയെങ്കിലും നമ്മുടെ ഒരു കോൺഫറൻസിൽ അത്യാവശ്യമായിട്ട് കൺവേ ചെയ്യേണ്ട ചില ഫണ്ടമെന്റലായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്: പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന്
യേശു അറിഞ്ഞിട്ട്, അടുത്ത വാക്കാണ് നമ്മുടെ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഞാനൊരു തീമായിട്ട് ഈ ദിവസങ്ങളിൽ പറയാൻ ആഗ്രഹിച്ച ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്, ലോകത്തിൽ തനിക്കുള്ളവരെ, ആ വാക്കിനായി സ്തോത്രം, തനിക്കുള്ളവരെ അനേകർ ത്യജിച്ചു കളയുമ്പോഴും പുതിയ നിയമത്തിൽ ആവർത്തിച്ചൊരു വാക്കുണ്ട്, beloved of God, ദൈവത്തിന് പ്രിയരായ മക്കളെ തന്നെ ജനം. ലോകത്തിൽ നമ്മുടെ തലയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ തിയോളജി യേശു പുറത്തു കൊണ്ടുവന്നു. പഴയ നിയമക്കാരനൊന്നുമില്ലാത്ത ഒരു ഭയങ്കര തിയോളജി വേദശാസ്ത്രം പുറത്തു കൊണ്ടുവന്നത് കർത്തൃപ്രാർത്ഥനയിൽ നമുക്ക് കാണാം. സ്വർഗത്തിലെ ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കാനുള്ള ഒരു പദവി തന്റെ പ്രിയർക്ക് യേശുവിലൂടെ നമ്മുടെ കർത്താവ് കൈമാറി. എന്തൊരു പവർഫുൾ ആ വാക്കെന്നറിയാമോ? അത് തന്നെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഐ ആം നോട്ട് ആൻ ഓർഫൻ. നിനക്ക് പള്ളു പറയാനും ചീത്ത പറയാനും ഒരുപാട് കാലം കുത്തി നോവിക്കാനും അനുവദിക്കാതെ എനിക്കൊരപ്പൻ മേളിലിരിപ്പുണ്ട്. എനിക്കൊരു സ്വർഗസ്ഥനായ പിതാവ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ മനോഹരമായ രണ്ട് ചിന്തയുണ്ട്. അവർ ഗോഡ് ഈസ് ദ സോവറിൻ ഗോഡ്. നമ്മുടെ ദൈവം ഒരേ സമയത്ത് തന്നെ നമുക്ക് രണ്ട് കാര്യം, ഓൾഡ് ടെസ്റ്റമെന്റ് മനുഷ്യരിലുള്ള സകല മനുഷ്യർക്കും ഹി വാസ് എ സോവറിൻ ഗോഡ്, സകലത്തിന്റെ മേലും അധികാരമുള്ള ദൈവമാണ്. പക്ഷെ പുതിയ നിയമക്കാരിൽ വ്യത്യാസമുള്ളത് ഹി ഈസ് അവർ ലവിംഗ് ഫാദർ. അവൻ നമ്മുടെ സ്വർഗത്തിലെ അപ്പനാണ്. 8 വയസ്സുള്ള ഒരു കൊച്ചി ഇറക്കൻ വീടിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അന്ന് അവനൊരു വട്ട് തോന്നി. ഒരു 25 കിലോ ഭാരമുള്ള കല്ല് മുമ്പിൽ കിടപ്പുണ്ട്. ഇവൻ തള്ളാൻ തുടങ്ങി. അവന്റെ അന്നത്തെ വട്ടതാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ അവന് ഇടത്തോട് എഴുന്നേറ്റതായിരിക്കും, കല്ല് തെല്ലി മാറ്റും. ഇവനൊരു 1/2 മണിക്കൂർ കൊണ്ട് തെള്ളിയിട്ടും കല്ലവിടെ, ഇവനാ 12 കിലോ ഭാരം, 25 കിലോ ഭാരമുള്ള സാധനം തെള്ളിയിട്ടും അവിടെ കിടക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൊടി വീശയെ കുടിച്ചിട്ട് വേർപ്പൊക്കെ വന്നിട്ട് ഡാഡിയുടെ ഇടയ്ക്ക് ചെന്ന് പറഞ്ഞു, ഡാഡി ഐ കാൻറ്റ് ഡു ദാറ്റ്. ഉടനെ ഡാഡി ചോദിച്ചു, നിന്റെ മുഴുവൻ ശക്തി നീ ഉപയോഗിച്ചോ ബേബി? മുഴുവൻ ഉപയോഗിച്ചു. ഡാഡി പറഞ്ഞു, ഞാൻ ഉപയോഗിക്കുമ്പോൾ മുഴുവൻ ശക്തി വാങ്ങില്ല, ഡാഡിക്ക് ഒരു 100 കിലോ ഭാരമുണ്ട്. ഇവിടുത്തെ പൗണ്ടിലൊക്കെ കണക്കൂട്ടി വെച്ചാൽ മതി. ഞാൻ ഇന്ത്യയുടെ സാഹചര്യത്തിലാണ് പറഞ്ഞത്. 100 കിലോ ഭാരമുള്ള ഡാഡി പറഞ്ഞു, പാടാ മക്കളെ നമുക്ക് പിടിക്കാവുന്നു. ഡാഡി കല്ലിന്റെ ഒരറ്റത്ത് പിടിച്ചു, ഈ 8 വയസ്സുകാരൻ അപ്പുറത്തെ വശത്തും പിടിച്ചു. 100 കിലോ ഭാരമുള്ള ഡാഡിക്ക് 25 കിലോ ഭാരമുള്ള കല്ലൊന്നുമില്ല. 1 സെക്കൻഡ് കഴിഞ്ഞപ്പം ഈ കല്ല് അപ്പുറത്തെ പുരടത്ത് കിടപ്പുണ്ട്. ഇവൻ കൈയടിച്ചോണ്ട് പറഞ്ഞു, കണ്ടോ ഡാഡി, ഞാൻ കല്ലെടുത്ത് മാറ്റിയത്. ഇത് രാത്രി ഓർത്തണം, ഇതാ ഡാഡിയുടെ പ്രത്യേകത. ഇത് രാത്രി ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്തോത്രം, ഞാൻ ആത്മനിയോഗത്തിൽ പറയുകയാണ്, the problems that you cannot handle by yourself. നിങ്ങൾക്ക് ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ എത്ര വലിയ ഭാരമാണെങ്കിലും റെസ്റ്റ് എടുക്കുന്ന ലെവലിൽ ഇന്ന് രാത്രി ഇരിക്കണമെങ്കിൽ കൈമാറാൻ ഒരാൾ ഇന്ന് രാത്രി ഈ മുറിക്കകത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് the sovereign God. ഏത് വലിയ ഭാരത്തെയും പർവ്വതം പോലെ ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്ന മലയ്ക്കകത്തോട്ട് സ്വർഗത്തിന്റെ കൃപയുടെ ബുൾഡോസർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ മലയെ താഴെ പൊടിക്കാൻ കഴിയുന്ന ശക്തിയുടെ വ്യാപാരമാണെങ്കിൽ അത് വ്യാപാരത്തിൽ ആത്മനിയോഗത്താൽ ആ ദൂത് കൈമാറുന്നത് വിശ്വസിച്ചൊരാമേൻ പറയുന്നവർക്ക് വേണ്ടി സ്വർഗം അഭിഷേകത്തിൽ ഇന്ന് രാത്രി അവിടുത്തെ കരം ചലിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞാണ്, faith is emanating what God says. പൊട്ടനെ പോലെ ഇന്ന് രാത്രി ദൈവം പറയുന്നതിന് ആമേൻ പറയുന്നതിന് സ്വർഗം പൊട്ടനാണ്. ഇപ്പുറത്തിരിക്കുന്നവൻ പറയുന്നത് ഓസയിലും പൊട്ടനാണ്, അപ്പുറത്തിരിക്കുന്നവൻ പറയാം ഷാജി പൊട്ടനാണ്. പക്ഷെ ഇതിനകത്ത് സ്വർഗം പറയാൻ, നീ എന്നെ കടന്ന് വിശ്വസിച്ചെങ്കിൽ വയസ്സ് 90 അല്ല 100 ആയാലും
ഉദരങ്ങൾ അടച്ചു കിടക്കുന്ന സകലത്തെയും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റി മറിക്കാൻ കഴിയുന്ന the most high God, the sovereign God, the excellent God, the all powerful God. ഇതിനകത്ത് അവന്റെ കാര്യമൊന്ന് ചലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് നിനക്കൊരിക്കലും അവനെ കാണാൻ കഴിയാത്ത ലെവലുള്ള ദൈവശക്തിയെ ഇതിനകത്ത് വ്യാപരിക്കുന്നു. അത് സൗഖ്യമായി മാറട്ടെ. യേശുവിന്റെ അധികാരം